Welcome back to our class. The continuation of the nature of Brahmadaya grant and Parihara or immunities. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ബ്രഹ്മദയയുടെ നേച്ചർ എന്തായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അതിൻ്റെ തുടർച്ചയാണ് ഇന്നത്തെ ക്ലാസ്. It would be useful to set out the earliest reference to immunities basis on the Dharmashastrika injunctions. The Parihara usually numbering 18. This would give us an idea of how to manage of the cultivation and production allied craft as well as non-agricultural activities were placed under the new land controlling grantees. ബ്രഹ്മദയയിലൂടെ ലഭ്യമായിട്ടുള്ള ആ ഭൂമിയിൽ എപ്രകാരമാണ് കൾട്ടിവേഷൻ നടന്നിരുന്നത്? കൾട്ടിവേഷനോട് ചേർന്നിട്ടുള്ള ക്രാഫ്റ്റ് പ്രൊഡക്ഷൻ ഉണ്ടായിരുന്നു, നോൺ അഗ്രികൾച്ചറൽ ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നു. ഇതെല്ലാം എങ്ങനെയാണ് നടന്നിരുന്നത്? അതുപോലെ ഗ്രാൻഡീസ് എങ്ങനെയാണ് ഇതിനെയൊക്കെ ലാൻഡ് ഓണേഴ്സ്, പുതിയ ലാൻഡ് ഓണേഴ്സാണ് ഉള്ളത്, അവരെങ്ങനെയാണ് ഇതിനൊക്കെ കൺട്രോൾ ചെയ്തിരുന്നതെന്ന്. അപ്പോൾ അതിനുവേണ്ടി ധർമ്മശാസ്ത്രിക ഇഞ്ചക്ഷനിൽ പരിഹാരമായിട്ട് 18 തരത്തിലുള്ള പരിഹാരാസ്, ഇമ്മ്യൂണിറ്റീസ് സജസ്റ്റ് ചെയ്യുന്നുണ്ട്. It would also have some kind of dependency between land controllers and landless cultivators, and craftsmen was built up within the village due to the village craftsmen being paid in the form of land producing assigned land the lieu such payments. കൂടാതെ ഇവിടെ മറ്റൊരു കാര്യം കൂടി പറയുന്നത്, ഈ പുതിയ ലാൻഡ് കൺട്രോളേഴ്സ് രൂപപ്പെട്ടിട്ടുണ്ട്. ഈ ലാൻഡ് കൺട്രോളേഴ്സും ലാൻഡ്ലെസ് കൾട്ടിവേറ്റേഴ്സും തമ്മിലുള്ള ആ ആശ്രയത്വം, ഡിപ്പെൻഡൻസി എങ്ങനെയാണ്? അതുപോലെ ക്രാഫ്റ്റ്മെൻസ് അവരെങ്ങനെയാണ് ഈ വില്ലേജിൽ ഈ പുതിയ ലാൻഡ് ലോഡേഴ്സുമായിട്ട്, ഈ ബ്രഹ്മദേയ എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് രൂപം കൊള്ളുന്ന ബ്രാഹ്മണർ, അവരാണിവിടെ ലാൻഡ് ഓണേഴ്സായിട്ട് വരുന്നത്. അല്ലെങ്കിൽ നോൺ ബ്രാഹ്മിക് ആയിട്ടുള്ള ലാൻഡ് ഓണേഴ്സും ഉണ്ട്. അവരോട് എങ്ങനെയാണ് അവരുടെ ഉൽപ്പാദനത്തിലും വിതരണത്തിലൊക്കെ പങ്കാളികളായിരുന്നത് എന്ന്. ദ പല്ലവാർ കോപ്പർ പ്ലേറ്റ് grants of the 4th to 6th century CE inscribed in Prakriti and Sanskrit refers such as Brahmadayas in Guntur, Krishna, Nellore district. അപ്പോൾ ഒന്നാമത്തെ റെഫറൻസ് ആയിട്ട് പറയുന്നത് പല്ലവ കോപ്പർ പ്ലേറ്റ് ആണ്. 4-ാം നൂറ്റാണ്ടിൻ്റെയും 6-ാം നൂറ്റാണ്ടിൻ്റെയും ഇടയിൽ നടന്നിട്ടുള്ള 3 ഗ്രാമങ്ങളിലെ ബ്രഹ്മദയെക്കുറിച്ച് പരാമർശിക്കുന്ന കോപ്പർ പ്ലേറ്റ് ആണ് ഇത്. പ്രകൃതി സാൻസ്കൃത് ഭാഷയിൽ എന്ന് പറഞ്ഞാൽ ബൈലിംഗ്വൽ, ഭാഷയിൽ രേഖപ്പെടുത്തിയിട്ടുള്ള കോപ്പർ പ്ലേറ്റ് ആണ്. ഗുണ്ടൂർ, കൃഷ്ണ, നെല്ലൂർ ഡിസ്ട്രിക്റ്റുകളെ കുറിച്ചാണ് ഇതിൽ പരാമർശിക്കുന്നത്. ദ 18 പരിഹാരാസ് ആൻഡ് ഇമ്മ്യൂണിറ്റീസ് are not listed in all the grants, but implication was whatever such taxes or cesses existed. 18 തരത്തിലുള്ള പരിഹാരാസ്, എന്നാൽ അത് മുഴുവനൊന്നും പൂർണ്ണമായും അവ ഈ ഗ്രാൻഡിൽ അടയാളപ്പെടുത്തിയിട്ടില്ല. എന്നാലും ഏതെല്ലാം തരത്തിലുള്ള നികുതികൾ, കുറച്ച് നികുതികളെക്കുറിച്ചൊക്കെ, സെസ്സുകളെയൊക്കെ കുറിച്ച് ഇതിൽ ഉൾപ്പെടുത്തി പറഞ്ഞിട്ടുണ്ട് ഈ കോപ്പർ പ്ലേറ്റിൽ. They need not thereafter to pay the king or his representative, but to grantees to whom service also had to be provided. അപ്പോൾ എന്തെല്ലാം സേവനങ്ങൾ നൽകണമെന്നും ഏതെല്ലാം നികുതികൾ രാജാവിന് അല്ലെങ്കിൽ അധികാരികൾക്ക് നൽകേണ്ടതല്ല എന്നും ഒക്കെ ഈ ഒരു കോപ്പർ പ്ലേറ്റിൽ അടയാളപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. 18 ആണുള്ളത്, പക്ഷേ അതിൽ കുറച്ചെണ്ണേ ഇവിടെ അടയാളപ്പെടുത്തിയിട്ടുള്ളൂ. ഫ്രീ ഫ്രം സാൾട്ട് മാനുഫാക്ചർ, ഫ്രീ ഫ്രം അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോൾ. അപ്പോൾ എന്തിൽ നിന്നെല്ലാം ഇവർക്ക് ഫ്രീഡം ഉണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്? സാൾട്ട് മാനുഫാക്ചേഴ്സ്, അതുപോലെ അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോൾ, ഫ്രീ ഫ്രം സപ്ലൈ ടു ബുള്ളോക്ക് ടു ദ റോയൽ ഒഫീഷ്യൽസ്, ഫ്രീ ഫ്രം എൻട്രി സോൾജിയേഴ്സ് ഫോർ ടാക്സ് കളക്ഷൻ. പടയാളികൾ, പട്ടാളക്കാരൊന്നും വരില്ല എന്നുള്ളതാണ്. അതുപോലെ ഫ്രീ സപ്ലൈ ഓഫ് ബോയിൽഡ് റൈസ്, പോട്ട്, അതുപോലെ കോട്ട് ആൻഡ് ഡ്വെല്ലിംഗ്, ഫ്രീ ഫ്രം സ്വീറ്റ് സോർ മിൽക്ക്, ഫ്രീ ഫ്രം ടാക്സ് ഫോഴ്സ്ഡ് ലേബർ, നിർബന്ധിത തൊഴിൽ, അടിമത്ത തൊഴിലൊന്നുമില്ല. അതുപോലെ ഫ്രീ ഫ്രം ടേക്കിംഗ് ഓഫ് ഗ്രാസ്, വുഡ് ആൻഡ് ഫ്രീ ഫ്രം വെജിറ്റബിൾ ആൻഡ് ഫ്ലവേഴ്സ്. ഇതിനൊക്കെയുള്ള സ്വാതന്ത്ര്യം അനുവദിച്ചിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ഇത്തരത്തിലുള്ള നികുതികളിൽ നിന്നുള്ള മോചനം ഇവർക്ക് ലഭ്യമായിട്ടുണ്ട്.
Dennis were also given the services of laborers receiving half of the produce. It is interesting to know that most of the grand of the 6th to 9th century period were all made also the request of Vijnanapati and one who made a representation to the king. അപ്പോൾ ഇവർക്ക് എന്തിനുള്ള സർവീസ് ലേബേഴ്സ് ലഭിച്ചിരുന്നു? അവർക്ക് ആരാണോ കൃഷി ചെയ്യുന്നത് അല്ലെങ്കിൽ പ്രവൃത്തി ചെയ്യുന്നത് അതിൻ്റെ ഉൽപ്പാദനത്തിൻ്റെ പകുതി ഈ ഗ്രാൻഡായിട്ട് കിട്ടിയവർക്ക് ഓണേഴ്സിന് ലഭിച്ചിരുന്നു എന്നുള്ളതാണ്. ഇത് 6-ാം നൂറ്റാണ്ട് മുതൽ 9-ാം നൂറ്റാണ്ട് വരെ നിലനിന്നിരുന്ന ഒരു കാലഘട്ടത്തെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നു. അപ്പോൾ ഗ്രാൻഡ്സിനെ കുറിച്ച് റെപ്രസെൻ്റ് ചെയ്യുന്നു. ഇവിടെ പ്രത്യേകമായിട്ടുള്ള ടേമിലൂടെ പറഞ്ഞിട്ടുണ്ട്, വിജ്ഞപതി എന്ന് പറഞ്ഞിട്ടുണ്ട്. വിജ്ഞപതി എന്ന് പറയുന്നത് രാജാവിനെയാണ്. അതുപോലെ ഇൻവാരിയബിൾ എ ലോക്കൽ ചീഫ് ബൈ ദ റോയൽ ഫങ്ഷണറി എക്സ്ക്ലൂഡഡ് ആജ്ഞപതി. ഈ ആജ്ഞപതി എന്ന് പറഞ്ഞാൽ ലോക്കൽ ചീഫ് ഉണ്ട്. അപ്പോൾ ലോക്കൽ ചീഫിന് അല്ലെങ്കിൽ കിങ്ങിന് എന്ത് ചെയ്യണം? പ്രൊഡക്ഷൻ്റെ ഉൽപ്പാദനത്തിൻ്റെ പകുതി നൽകണം എന്ന് പറയപ്പെടുന്നുണ്ട്. പോയിന്റിംഗ് ഫാക്ട്, റീഓർഗനൈസേഷൻ ഓഫ് അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ കൺട്രോൾ വാസ് വൈഡ് സ്പ്രെഡ് ആൻഡ് അഡാപ്റ്റഡ് ഈവൻ ദ ട്രാക്ട് ഓഫ് മൈനർ ചീഫ് ഹു ആക്സെപ്റ്റഡ് ഓവർലോഡ്ഷിപ്പ് ന്യൂ ഡൈനാസ്റ്റിക്സ്. അപ്പോൾ പുതിയ ഒരു രാജതലം അല്ലെങ്കിൽ രാജഭരണതലം ഉണ്ടായപ്പോൾ രാജാവിന് പുറമെ ഒരു ലോക്കൽ അല്ലെങ്കിൽ ഒരു മൈനർ ചീഫ് കൂടെ അവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? രൂപപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. The land grants of 4th to 6th century see in Prakriti or Sanskrit provide details of pariharas which were evidently based on Dharmashastric rules. അപ്പോൾ ബൈലിംഗ്വൽ 2 ഭാഷകളിൽ അടയാളപ്പെടുത്തിയിട്ടുള്ള പ്രകൃതി സാൻസ്കൃത് ഭാഷകളിൽ അടയാളപ്പെടുത്തിയിട്ടുള്ള 4-ാം നൂറ്റാണ്ട് മുതൽ 6-ാം നൂറ്റാണ്ട് വരെയുള്ള ലാൻഡ് ഗ്രാൻഡ് ഇൻസ്ക്രിപ്ഷനിൽ പരിഹാര ഡീറ്റെയിൽസിനെ കുറിച്ച് കൊടുത്തിട്ടുണ്ട്. ഈ പരിഹാരാസ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ധർമ്മശാസ്ത്രിക് ഇതിനെ അടിസ്ഥാനമായിട്ടാണ്. ധർമ്മശാസ്ത്ര എന്ന് പറയുന്നത് ഒരു ലോ ആണ്, ഒരു നിയമപുസ്തകമാണ്. ദ ആൻഷ്യൻ ലീഗൽ എത്തിക്കൽ ടെക്സ്റ്റാണ്. ഹിന്ദുയിസത്തിലെ പ്രാചീന നിയമപരവും അതുപോലെ മതപരവും ഒക്കെ ആയിട്ടുള്ള ധാർമ്മികപരവുമായിട്ടുള്ളൊരു പുസ്തകമാണ്. അപ്പോൾ ഇതിൽ പറയുന്നത് പ്രകാരമാണ് ഈ പറയുന്ന പരിഹാരാസ് പറഞ്ഞിട്ടുള്ളത്. Often the whole village including garden land was granted and royal shasana was addressed to Gramabhojaka and Gramayaka അധികൃത. അതായത് രാജശാസന എന്ന് പറഞ്ഞാൽ റോയൽ ഓർഡർ, രാജാവിൻ്റെ കമാൻഡ്. അതിൽ ഗ്രാമം മൊത്തമായിട്ടോ അതിൽ ഗാർഡൻ ലാൻഡ് ഉൾപ്പെടെയുള്ള സ്ഥലം എന്ത് ചെയ്യും? ഗ്രാൻഡായിട്ട് നൽകപ്പെടാം എന്നാണ്. ഇത് ആരെ അഡ്രസ്സ് ചെയ്തോ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് ഈ ശാസനം പുറപ്പെടുവിച്ചിരിക്കുന്നത്? ഇത് അഡ്രസ്സ് ചെയ്യുന്നത് ഗ്രാമഭോജക അല്ലെങ്കിൽ ഗ്രാമേകൻ അല്ലെങ്കിൽ അധികൃത, അതായത് ഓഫീസേഴ്സിനെ. പിന്നെ പറയുന്നത് സർവദയക്ഷ ഓഫ് ദ ഡിസ്ട്രിക്റ്റ്, അതായത് ഓവർസിയേഴ്സ്, അയുക്തകാസ്, നയോഗികാസ്, വല്ലഭാസ് ആൻഡ് ശാസന സമാചാരിൻ അതായത് ഒഫീഷ്യൽ മെസ്സഞ്ചർ, ഗോവല്ലവാസ്, അരനാഥാഗോസ് എന്ന് പറഞ്ഞാൽ ആരണ്യകാഘോസ് എന്നാണ്, ഫോറസ്റ്റേഴ്സ് ആൻഡ് അതേഴ്സ് ഇൻ സർവീസ്. അങ്ങനെ സേവനത്തിലുള്ള എല്ലാവരെയും അഭിസംബോധന ചെയ്തുകൊണ്ടാണ് ഈ ഒരു രാജശാസനം പുറപ്പെടുവിച്ചിരിക്കുന്നത്. വില്ലേജ് വർ കൺവേർട്ടഡ് ഇൻ ടു ബ്രഹ്മദേയ വിത്ത് 18 പരിഹാരാസ് വിത്ത് ദ എക്സെപ്ഷൻ ദേവഭോഗാല. അപ്പോൾ ഗ്രാമങ്ങൾ 18 തരത്തിലുള്ള എക്സെപ്ഷൻ, 18 തലത്തിലുള്ള ഫ്രീഡം നൽകിക്കൊണ്ട് അല്ലെങ്കിൽ ഇളവുകൾ നൽകിക്കൊണ്ട് ഗ്രാമങ്ങളെ എന്ത് ചെയ്യാം? ബ്രഹ്മദേയായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ അതിൽ ഒന്ന് മാത്രം ഉൾപ്പെടുന്നില്ല. ദ എക്സെപ്ഷൻ വാസ് ദേവഭോഗാല എന്ന് പറഞ്ഞാൽ ടെമ്പിള് അല്ലെങ്കിൽ ലാൻഡ് ഓഫ് ടെമ്പിൾ. ക്ഷേത്രഭൂമിയും ക്ഷേത്രവും ഇതിൽ ഉൾപ്പെടുന്നതല്ല. ദസ് വെൻ വില്ലേജ് ഗ്രാൻഡഡ് ആൾ ലാൻഡ്സ് വിത്ത് എക്സെപ്ഷൻ ദേവഭോഗാല were given. The term Vasad Bhogemarada point the enjoyment by the resident of the tenant occupancy rights which were assured. അതിൻ്റെ പുറമെ ടെനൻസിന് വസതികൾ, വീട് വെച്ച് താമസിക്കാനുള്ള അവകാശവും ഇതിൽ നൽകുന്നുണ്ട്.
ഇതും ഉറപ്പുവരുത്തുന്നു എന്നുള്ളതാണ്. ടാക്സസ് പേയബിൾ, ഇനി നികുതി അടയ്ക്കേണ്ടത് ആരൊക്കെയാണ്? മെറ്റൽ വർക്കേഴ്സും ലെതർ വർക്കേഴ്സും നികുതി അടയ്ക്കണം. ഷോപ്പ് കീപ്പേഴ്സ്, ക്ലോത്ത് ഡീലേഴ്സ്, ലൈസൻസ്ഡ് സ്പൈസ് ആൻഡ് അതേഴ്സ്, ദ മാസ്ക്സ് ഓർ ഗാർമെൻറ്റ്സ്, അതുപോലെ റോബ് ജഗ്ലേഴ്സ്, ഇവരൊക്കെ ടാക്സ് പേ ചെയ്യേണ്ടവരാണ്. ഇറ്റ് ഇൻക്ലൂഡ് ബാർബേറിയൻസ് ആൻഡ് ഔട്ട്കാസ്റ്റ്, അതായത് താഴ്ന്ന ജാതികൾ, ഇങ്ങനെയുള്ള വസ്തുതകളുണ്ട്. ജാതിക്ക് പുറത്ത് ഉള്ളവർ എന്ന് പറഞ്ഞാൽ അൺടച്ചബിൾസ്, തൊട്ടുകൂടായ്മ ഒക്കെയുള്ള ആളുകൾ, അപരിഷ്കൃതരായിട്ടുള്ള ആളുകൾ, വിജ്ഞാന അറിവില്ലാത്ത ആളുകൾ, മാസ്ക് ആക്ടേഴ്സ്, അതുപോലെ വാട്ടർ ഡിവൈനേഴ്സ് എന്ന് പറഞ്ഞാൽ വീവേഴ്സ്, ഗാംബ്ലേഴ്സ്, ബാർബർ, മാരേജ്, ഇതൊക്കെ ടാക്സ് പേയബിളാണ്. ഇതിനൊക്കെ എന്ത് ചെയ്യണം? നികുതി കൊടുക്കണം. പിന്നെ ആർട്ടിസൻസ് എൻജോയിങ്, അതായത് കരകൗശല വിദഗ്ധരുണ്ടെങ്കിൽ അവർക്കും നികുതി കൊടുക്കേണ്ടതാണ്. ഇൻഫാക്ട് ദീസ് ഇമ്മ്യൂണിറ്റീസ് വുഡ് ഓൾസോ ഇൻഡിക്കേറ്റ് ദ കൈൻഡ്സ് ഓഫ് ക്രാഫ്റ്റ് that were carried in the village and how they were part of large number of service group inhabiting the village. അപ്പോൾ ഈ ഇൻസ്ക്രിപ്ഷനിൽ എന്ത് സൂചിപ്പിച്ചിട്ടുണ്ട്? ഒരു ഗ്രാമത്തിൽ ഏതെല്ലാം തരത്തിലുള്ള കരകൗശല വിദ്യകളുണ്ടായിരുന്നു, തൊഴിലുകളുണ്ടായിരുന്നു, അവരെങ്ങനെയൊക്കെ ഈ ഒരു സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു, സേവനങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, ഗ്രാൻഡീസുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, ആ ലാൻഡിൻ്റെ സുപ്പീരിയറുമായിട്ട് അവർ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നെല്ലാം പരാമർശിക്കപ്പെടുന്നു. Their remuneration was often in the form of assignment of land. It is produced within the village. It consisted of separate living quarters for them. അപ്പോൾ ഇവർക്ക് പ്രത്യേക തൊഴിലുകളുണ്ട്. ആ തൊഴിലുകൾ ആ ഗ്രാമത്തിനകത്തുള്ളവർക്ക് വേണ്ടി ചെയ്യാൻ വിധിക്കപ്പെട്ടിരിക്കുന്നു. ഇവർക്ക് താമസിക്കാൻ പ്രത്യേക സ്ഥലങ്ങളുണ്ട്, ഇടങ്ങളുണ്ട്, ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ദ ലേറ്റർ ഗ്രാൻഡ്സ് either refer to parihara, general mentioning increased number of taxes, cess depending upon increasing complexity of productive process, administrative organization, growing estate. അപ്പോൾ ഈ ഗ്രാൻഡ് സിസ്റ്റങ്ങൾ, ലാൻഡ് ഗ്രാൻഡ് സിസ്റ്റങ്ങളിൽ ഇൻസ്ക്രിപ്ഷനിലൊക്കെ പരിഹാരം ഏതൊക്കെയാണ്, എന്തെല്ലാം നികുതികൾ നിലവിലുണ്ടായിരുന്നു, ഏതെല്ലാം ഒഴിവാക്കപ്പെട്ടിട്ടുണ്ട്, അതുപോലെ ഉൽപ്പാദന മേഖലകൾ ഏതൊക്കെയാണ്, അതിനെ ഏതെല്ലാം രീതിയിൽ തരംതിരിക്കപ്പെട്ടിരിക്കുന്നു എന്നെല്ലാം പരാമർശിക്കുന്നു. Furthermore, this also indicate expansion of agrarian activity and growing resource foundation ruling dynasties. ഭരിക്കുന്ന രാജവംശത്തിന് അതിൻ്റെ പ്രധാന സാമ്പത്തിക ഉറവിടം എന്ന് പറയുന്നത് എപ്പോഴും കാർഷിക വൃത്തി തന്നെയാണ്. അപ്പോൾ ഈ കാർഷിക പ്രവർത്തനങ്ങൾ എങ്ങനെ ദീർഘിപ്പിക്കാം, എങ്ങനെ വികസിപ്പിക്കാം എന്നതിൻ്റെയൊക്കെ അടിസ്ഥാനം തന്നെയായിരുന്നു ഈ പറയപ്പെടുന്ന ഈ രേഖകൾ എന്ന് പറയുന്നത്. ദിസ് ട്രെൻഡ് ഈസ് പർട്ടിക്കുലർലി എവിഡൻറ്റ് ഇൻ മെജോറിറ്റി ഓഫ് ഗ്രാൻഡ് ഡേറ്റിംഗ് 9th century CE. ഇപ്പോൾ ഈ ഒരു മുകളിൽ പറഞ്ഞിട്ടുള്ള ഈ ഒരു രീതി 9ാം നൂറ്റാണ്ട് വരെ, AD 9ാം നൂറ്റാണ്ട് വരെ ലാൻഡ് ഗ്രാൻഡിങ്ങിൽ തുടർന്നിരുന്നു. പ്രത്യേകിച്ചും പല്ലവ, ചോള രാജഭരണ കാലഘട്ടത്തിലൊക്കെ ഇതേ രീതികളായിരുന്നു ഉണ്ടായിരുന്നത്. ബ്രഹ്മദയയിൽ ആർക്കെല്ലാം നികുതിയുണ്ട്, ആർക്കെല്ലാം നികുതികളില്ല, ആരെല്ലാം നികുതി അടയ്ക്കേണ്ടതുണ്ട്, എന്തെല്ലാം തൊഴിലുകൾ ചെയ്യുന്നുണ്ട് എന്നെല്ലാം ഈ ഒരു ലാൻഡ് ഗ്രാൻഡ് ഇൻസ്ക്രിപ്ഷനിൽ നിന്നോ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ബൈലിംഗ്വൽ land grants of 6th to 9th century AD. Boundaries are defined and the nature of land described such as wetland, dry land, pasture land, forest, land on which sanctuary stood, ditches, well, house site, house garden, all lines were the iguana wrens and tortoise crawls. ബൈലിംഗ്വൽ, സാൻസ്ക്രിത്, തമിഴ് ഭാഷകളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന 6ാം നൂറ്റാണ്ട് മുതൽ 9ാം നൂറ്റാണ്ട് വരെയുള്ള ഈ ലാൻഡ് ഗ്രാൻഡ് ഇൻസ്ക്രിപ്ഷനുകളിൽ ഭൂമിയുടെ നേച്ചറിനെ കുറിച്ച് വിവരിക്കേണ്ടത്. പലതരത്തിലുള്ള ഭൂമിയുണ്ട്. വെറ്റ്ലാൻഡ്, ഡ്രൈ ലാൻഡ്, പാസ്ചർ ലാൻഡ്, ഫോറസ്റ്റ് ലാൻഡ്, സാങ്ച്വറീസ് ആയിട്ടുള്ള ലാൻഡുകൾ, അതുപോലെ ഡിച്ചസും വെൽസും ഉള്ളത്, ഹൗസ് സൈറ്റുകളുള്ളത്, ഹൗസ് ഗാർഡൻ ഉള്ളത്, ഇങ്ങനെ ഇഗ്വാന റൺ ചെയ്യുന്നത് മുതൽ ടോർട്ടോയിസ് ഇഴയുന്നത് വരെയുള്ള ഭൂമിയെക്കുറിച്ച് ഇവർ പരാമർശിക്കുന്നുണ്ട് എന്നാണ്. ഫോർ എക്സാമ്പിൾ, പാലൻകോയിൽ ഗ്രാൻഡ് ഓഫ് ദ ലാൻഡ് ടു വജ്രനാടി ഓഫ് ജൈന ടീച്ചർ ശ്രമനാസര ഓഫ്
Palikkandan, Pallikandam, with a similar right and privilege record the existing tenant were removed. The rights of king and his authority removed. അപ്പോൾ ഇവിടെ ഒരു ലാൻഡ് ഗ്രാൻഡ് ഇൻസ്ക്രിപ്ഷന് അതിനൊരു ഉദാഹരണം പറയുന്നുണ്ട്. പല്ലൻകോയിൽ ഗ്രാൻഡ് ഓഫ് ലാൻഡ് എന്നാണ്. പല്ലൻകോയിൽ ഗ്രാൻഡിൽ ജൈന ടീച്ചർക്ക് എന്ത് ചെയ്താണ് ഗ്രാൻഡ് ചെയ്തിട്ടുള്ള ഒരു ഇൻസ്ക്രിപ്ഷനാണ് പറയുന്നത്. പള്ളിക്കാണ്ടം എന്നാണ് ഇൻസ്റ്റിറ്റ്യൂഷനെ പറയുന്നത്. പള്ളിക്കാണ്ടം എന്ന് പറയുന്നത് ഇവിടെ ജൈന ഇൻസ്റ്റിറ്റ്യൂഷനാണ്. അപ്പോൾ ഈ ജൈന ഇൻസ്റ്റിറ്റ്യൂഷന് നൽകിയിട്ടുള്ള ലാൻഡ് ഗ്രാൻഡ്, ഇതിൽ എല്ലാ റൈറ്റുകളും ഒരു ടെനൻറ്റിനുള്ള എല്ലാ റൈറ്റുകളും അതിൽ അവകാശപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ ഉണ്ടായിരുന്ന ടെനൻറ്റിനെ ആ ഭൂമിയിൽ നിന്ന് റിമൂവ് ചെയ്തതായിട്ടും ഇതിൽ പരാമർശിക്കുന്നുണ്ട്. ദ ടേം കുടി നീക്കി translated to a removal of the existing tenant has been matter of debate, as it also taken mean the existing kudi means cultivating villager. The grant did not include the kudi, occupants or cultivators of the land, or other right to change occupants of retaining them on the land were certainly mentioned. ഇപ്പോൾ കുടി നീക്കി എന്ന് പരാമർശിച്ചുകൊണ്ടാണ് അതിൽ എഴുതിയിരിക്കുന്നത്. കുടി നീക്കി എന്ന് പറഞ്ഞാൽ എന്താ? കുടി എന്ന് പറഞ്ഞാൽ കൾട്ടിവേറ്റിംഗ് വില്ലേജേഴ്സാണ്. അതിൽ ആ ഭൂമിയിൽ നിലവിൽ കൃഷി ചെയ്തിരുന്ന ഗ്രാമവാസി. അപ്പോൾ അദ്ദേഹത്തെ ഈ ഭൂമിയിൽ നിന്ന് നീക്കം ചെയ്തുകൊണ്ട് അദ്ദേഹത്തിന് ഈ ഭൂമിയിൽ ഉണ്ടായിരുന്ന അവകാശങ്ങളെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കാർഷിക വൃത്തിയെ ഇതിൽ നിന്ന് ഒഴിവാക്കിക്കൊണ്ട് ഈ ഭൂമി പൂർണ്ണമായും ആർക്ക് നൽകുന്നു? കൾട്ടിവേറ്റോ ഒക്യുപ്പൻസോ ആ ഭൂമിയിൽ ഇല്ലാതെ തന്നെ ആ ഭൂമിയുടെ അവകാശം ഈ ജൈന ടീച്ചേഴ്സ് അല്ലെങ്കിൽ ജൈന ഇൻസ്റ്റിറ്റ്യൂഷന് പള്ളിക്കാണ്ടത്തിന് നൽകുന്നു എന്നാണ് അവിടെ പരാമർശിച്ചിരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ദ കുരം പ്ലേറ്റ്സ് അസൈൻ ലാൻഡ് ടു ദ ടെമ്പിൾ പ്രീസ്റ്റ് ഫോർ വർഷിപ്പ്, റിപ്പയർ, വാട്ടർ, ഫയർ ഫോർ ദ ടെമ്പിൾ, റെസിറ്റേഷൻ, മഹാഭാരത ഓർ ഭാരത ദേവഭോഗ. ഇനി മറ്റൊരു എക്സാമ്പിൾ, കുരം പ്ലേറ്റിൽ എഴുതപ്പെട്ടുള്ളത് ടെമ്പിൾ പ്രീസ്റ്റിനെ അതുപോലെ അവിടെ വർഷിപ്പ് ചെയ്യാനും റിപ്പയർ ചെയ്യാനും വാട്ടർ യൂസ് ചെയ്യാനും ഫയർ ടെമ്പിളിലേക്ക് ഫയർ ചെയ്യാനും അതുപോലെ ഭാഗവതം വായിക്കാനുമുള്ള അവകാശം നൽകിയിരിക്കുന്നു എന്ന് പരാമർശിക്കുന്നുണ്ട്. The rest of the 20 parts of the village was constituted Brahmadaya for Chadurvedin, craft like oil pressing. ഇനി പറയുന്ന 20 ഭാഗങ്ങൾ ഗ്രാമത്തിൽ ഉണ്ടായിരുന്ന തൊഴിൽ വൃത്തികളെക്കുറിച്ചാണ്. അതിൽ ഓയിൽ പ്രസ്സേഴ്സിനെ കുറിച്ച് പറയുന്നുണ്ട്, വീവേഴ്സിനെ കുറിച്ച് പറയുന്നുണ്ട്, ബസാറുകൾ, സ്മിത്തി, ബ്ലാക്ക് സ്മിത്ത് അടക്കമുള്ളവരെ മെൻഷൻ ചെയ്യുന്നു. While Ur may refer to a levy for Ur administration, right over Perimbiduk, Chennai, the Palar river were also given water resource. ചെന്നൈയിലെ പാലാർ നദിയിൽ നിന്നുള്ള ജലം ഉപയോഗിക്കാനുള്ള അവകാശം നൽകുന്നു. ഇങ്ങനെ പലതരത്തിലുള്ള അവകാശങ്ങളെയും പരാമർശിച്ചുകൊണ്ട് ലാൻഡ് ഗ്രാൻറ്റുകൾ പരാമർശിക്കുന്നത് എഴുതപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. The Udayendriyam plates of Nandivarma Randaman AD 752 record a grant made on the request of Vijnapati Pukkan, a chief, according to which 2 villages in Paschima-Sraya Nadu and of Padavur Kottam were combined and converted into Brahmadaya with all its immunities with the name of Udaya Chandramangalam. അപ്പോൾ ഉദയേന്ദ്രിയം പ്ലേറ്റ് എന്ന് പറഞ്ഞ കോപ്പർ പ്ലേറ്റിൽ നന്ദിവർമ്മ രണ്ടാമൻ രേഖപ്പെടുത്തിയിട്ടുള്ള ഗ്രാൻഡ് ഇൻസ്ക്രിപ്ഷനാണ്. ഇത് റിക്വസ്റ്റ് ചെയ്യുന്നത് വിജ്ഞാപതിക്കാണ് റിക്വസ്റ്റ് ചെയ്യുന്നത്, ചീഫിനാണ് റിക്വസ്റ്റ് ചെയ്യുന്നത്. 2 ഗ്രാമങ്ങൾ പശ്ചിമാശ്രയ നാട് 2 ഗ്രാമങ്ങൾ, 2 വില്ലേജുകൾ, വേലത്തൂർ എന്ന് പറയുന്ന ഗ്രാമവും കുമാരമംഗല എന്ന് പറയുന്ന ഗ്രാമവും, ഈ 2 നാടുകളും കമ്പൈൻ ചെയ്തിട്ട് ഒരുമിപ്പിച്ച്
അത് ബ്രഹ്മതയായിട്ട് കൺവേർട്ട് ചെയ്തിട്ട് എല്ലാ തരത്തിലുള്ള ഇമ്മ്യൂണിറ്റീസും അടക്കം ഫ്രീഡം അടക്കം എന്ത് ചെയ്യുന്നു, കൈമാറ്റം ചെയ്യുന്നു. അങ്ങനെ രണ്ടിനെയും കൂടി ചേർത്ത് ഇട്ട പേരാണ് എന്തെന്ന് പറയുന്നത്, ഉദയചന്ദ്രമംഗലം എന്നുള്ള ഒരൊറ്റ പേരിലായിരിക്കും ഇനി ഇത് അറിയപ്പെടുക എന്നുള്ളത്. മറ്റൊന്ന് ദ കസകുതി കോപ്പർ പ്ലേറ്റ് 753 AD 753 തഞ്ചാവൂർ ജില്ലയിലാണ് കസകുടി കോപ്പർ പ്ലേറ്റ് നിലകൊള്ളുന്നത്. ഇവിടെ പരാമർശിക്കപ്പെടുന്ന ഒരു ഗ്രാമത്തെയാണ് എഗ്ദിരമംഗലം വാസ് അഡ്രസ്ഡ് ടു ദ നാട്ടാർ ഓഫ് ഊരുകൂട്ടം ഓൾറെഡി എൻട്രൻസ്ഡ് പെസൻറ്റ് ഓർഗനൈസേഷൻ. എതിരമംഗലം ഇവിടെ അഡ്രസ്സ് ചെയ്യുന്ന നാട്ടാരെയാണ്. ഉരുക്കാട്ടുകാട്ടം എന്ന് പറയുന്നു, അത് ഉദയവാനം കോസ്തക് എന്ന് പറയുന്ന ഒരു ഗ്രാമമാണ്. ഗ്രാമത്തെ അഡ്രസ്സ് ചെയ്യുന്നു. ഓൾറെഡി എൻട്രൻസ്ഡ് പെസൻസ് ഓർഗനൈസേഷൻ. ദ ഗ്രാൻഡ് വാസ് മെയ്ഡ് ടു ദ പ്രസൻസ് ഓഫ് നിലൈക്കാലത്തോർ ലോക്കൽ അതോറിറ്റിയാണ്. അതുപോലെ അധികാരികൾ, അതുപോലെ അഡ്രസ്സ് ചെയ്യുന്ന സെക്രട്ടറികൾ, അതായത് സെക്രട്ടറിമാർ ഓഫീസേഴ്സിന് ലോക്കൽ അതോറിറ്റിക്ക് അഡ്രസ്സ് ചെയ്തുകൊണ്ടാണ് ഈ ഗ്രാൻഡിൽ പറയുന്നത്. ഇത് എക്സ്ക്ലൂഡിങ് പ്രീവിയസ് ഗ്രാൻഡ്സ് മെയ്ഡ് ടു ദ ടെമ്പിൾ, ബ്രാഹ്മണ ആൻഡ് ദ ഹൗസ് ഓഫ് റോയ്സ് ആൻഡ് ലാൻഡ് മെഷേഴ്സ് ഹിയർ കാൾഡ് പാട്ടൈ. ഇവിടെ ഭൂമിയെ പാട്ടം അല്ലെങ്കിൽ പാട്ടൈ ആയിട്ടാണ് കൈമാറ്റം ചെയ്യപ്പെടുന്നത്. യൂസ് ഓഫ് വാട്ടർ ചാനൽ ഫ്രം റിവേഴ്സ് വൈഗാവതി ആൻഡ് സെയ്യാരു, ദ ടാങ്ക് ഓഫ് തിരലായ ആൻഡ് സ്പെസിഫിക്കേഷൻ ഓഫ് ദ കൈൻഡ് ലാൻഡ് സച്ച് ആസ് നീർനിലം, ഡ്രൈ ലാൻഡ്. ഈ രീതിയിൽ ഭൂമിയെയും വേർതിരിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഭൂമിയിലേക്കുള്ള ജലം സ്രോതസ്സുകളായിട്ടുള്ള വേഗാവതി, സെയ്യാരു എന്നുള്ള നദികൾ, അതൊരു തടാകമായിട്ട് പറയുന്നത് തിരലായ തടാകം. ഇതൊക്കെ ഈ ഭൂമിയിലേക്ക് വേണ്ട വെള്ളം എടുക്കാമെന്നും ഈ ഭൂമിയെ നീർനിലം വെറ്റ് ലാൻഡ് എന്നും ഡ്രൈ ലാൻഡും ഒക്കെ എന്ന് വേർതിരിച്ചിട്ടുണ്ട്. ദ ഡണീസ് ഹിസ് ഡിസനൻസ് വർ ഗിവൺ ദ റൈറ്റ് ടു ബിൽഡ് ഹൗസ് ഹാൾ ഓഫ് ദ ബേൺഡ് ബ്രിക്സ്. ഇതിന് പുറമെ ഗ്രാൻഡ് ചെയ്യപ്പെട്ട ആളുകൾക്ക് അവർക്ക് അവരുടെ അടുത്ത തലമുറകൾക്കും എന്ത് ചെയ്യാനുണ്ട്, വീടുകൾ നിർമ്മിക്കാനും അതുപോലെ ചുടുകട്ടകൾ കൊണ്ട് കെട്ടിടങ്ങൾ നിർമ്മിക്കാനുമുള്ള അവകാശങ്ങൾ ഇവിടെ നൽകപ്പെട്ടിട്ടുണ്ട് എന്ന് ഗ്രാൻഡിൽ പറയപ്പെടുന്നു. This grant is one of the most significant and provide evidence of large number of taxes and cess. ഈ ഗ്രാൻഡിൽ ഒരുപാട് നികുതികളെക്കുറിച്ചും പരാമർശിക്കുന്നുണ്ട്. ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന ഒരുപാട് തരത്തിലുള്ള നികുതികൾ, ടാക്സ് എക്സംഷൻ ഇൻക്ലൂഡ്, നികുതി ഇല്ലാത്തത് ഏതൊക്കെയാണ് എന്ന് പറയുന്നുണ്ട്. വെൽ ഡിഗേഴ്സ്, അതുപോലെ ബ്രാഹ്മണാസ്, ദ കിങ് ഓർ ടാക്സ് ഓഫ് ദ കാണം ഓൺ ദ പ്രോഫിറ്റ്, ഓർ ബ്രാഹ്മണാസ് ആൻഡ് ദ കിങ് ടാക്സ് ഓഫ് ദ കാണം ഓഫ് ദ പ്രോഫിറ്റ് ഓഫ് ബ്രാഹ്മണാസ് ഓർ ടാക്സ് പേയബിൾ ബൈ ദം. ഇപ്പോൾ കിണർ കുഴിക്കുന്ന ആളുകളെ ജോലിക്ക് വെച്ച് കഴിഞ്ഞാൽ അതിനുള്ള നികുതി നൽകേണ്ടതില്ല എന്ന് പറയുന്നുണ്ട്. പിന്നെ പറയുന്നത് നികുതി ഒഴിവാക്കപ്പെട്ട ഒരുപാട് സാധനങ്ങൾ, ചില പ്ലാന്റുകൾ, സെങ്കോടി, അതുപോലെ ഫിക്കസ് ട്രീ. എന്നാൽ പോട്ടേഴ്സ്, അതുപോലെ കോണ്, പാഡി, അതുപോലെ പ്രൈസ് ഓഫ് ക്ലോത്ത്, ഫെറിമെൻ, ഇതിനൊക്കെ നികുതികളുണ്ട്. ഇവർക്കൊക്കെ നികുതി അടയ്ക്കേണ്ടവരാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ടാക്സ് ഓൺ ഹണ്ടേഴ്സ്, മെസ്സഞ്ചേഴ്സ്, ഡാൻസിങ് ഗേൾസ്, എലഫൻറ്റ് സ്റ്റാള്, ഹോഴ്സ് സ്റ്റേബിള്, ഗ്രാസ്, അതുപോലെ ഗുഡ് കൗ, ഗുഡ് ബുൾ, ഇങ്ങനെ കുറേ നികുതികൾ അടയ്ക്കപ്പെടേണ്ടതാണ്. കോട്ടൺ ത്രെഡ്, അതുപോലെ ഡ്രമ്മേഴ്സ് ഇൻ ദ വില്ലേജ്, ബാൻഡ് മേളക്കാരായിട്ടുള്ള ആളുകൾ, അത് പാമിറ, ചില മരങ്ങൾ, അരിക്ക നട്ട്സ്, അതുപോലെ കോക്കനട്ട് ട്രീ എന്നാണ് ഈ ഇത്തരം മരങ്ങൾ. ഇതിനൊക്കെ നികുതി, ഇതിൽ നിന്ന് ലഭിക്കുന്നതിന് നികുതി അടയ്ക്കപ്പെടേണ്ടതാണ്. അതുപോലെ ഫ്രം ദ സെർവൻസ് ഓഫ് ദ ടെമ്പിൾ ഹാംലെറ്റ് ടാക്സ് സൈറ്റ് ഓഫ് ജൈന ടെമ്പിൾ. ചിലതിന് നികുതി ഇല്ലാത്തതെന്ന് പറയുന്നത് ഈ ക്ഷേത്രങ്ങളിലെ, സത്രങ്ങളിലെ,
അതുപോലെ ജൈന ക്ഷേത്രങ്ങളിലെ ജോലിക്കാർക്ക് ഇതൊന്നും നികുതി അടയ്ക്കപ്പെടേണ്ടതല്ല എന്നാണ്. അതുപോലെ വാട്ടർ ലില്ലി കൾട്ടിവേഷൻ, താമര തുടങ്ങിയ ഇതിൻ്റെ കൃഷി ഇതൊക്കെ ഒഴിവാക്കപ്പെട്ടിട്ടുണ്ട്. ഫ്രം ഫോർത്ത് പാർട്ട് ഓഫ് ദ ട്രങ്ക് ഓഫ് ഓൾഡ് ട്രീ വിച്ച് ആർ ഗിവൻ ഇൻക്ലൂഡിങ് അരിക്ക പാംസ്, കോക്കനട്ട് ട്രീ, ടാക്സ് ഓൺ ഡിഗിങ് ചാനൽ, നീർത്തടങ്ങൾ കുഴിക്കുന്നത് അല്ലെങ്കിൽ തടാകങ്ങൾ കുഴിക്കുന്നത്, ഇത്തരത്തിനൊക്കെ നികുതി ഒഴിവാക്കപ്പെട്ടിട്ടുണ്ട്. സച്ച് ഡീറ്റെയിൽസ് ഓക്കർ ഇൻക്രീസിംഗ്ലി ബൈലിംഗൽ കോപ്പർ പ്ലേറ്റ്സ്, സാൻസ്ക്രിറ്റ് ആൻഡ് തമിഴ്. ഇത്തരത്തിൽ ഈ ഭാഷയിൽ വളരെ വിശദമായി രേഖപ്പെടുത്തപ്പെട്ട ഒരു കോപ്പർ പ്ലേറ്റാണ് നമ്മളിപ്പോൾ പരാമർശിച്ചിട്ടുള്ള കസംഖുടി കോപ്പർ പ്ലേറ്റ് 753. അടുത്തതായിട്ട് പുല്ലൂർ കോപ്പർ പ്ലേറ്റ് ആണ്. AD 764 വന്നിട്ട് കമ്പൈൻ 4 വില്ലേജസ്, 4 ഗ്രാമങ്ങളെ ചേർത്താണ് ഇവിടെ ബ്രഹ്മദേയ നടപ്പിലാക്കപ്പെട്ടത്. പുല്ലൂർ കോപ്പർ പ്ലേറ്റിൽ നെല്ലി, പുല്ലൂർ, കുടിയൂർ, അതുപോലെ താക്കര, ഇങ്ങനെ 4 നാടുകളാണ് കൂട്ടിച്ചേർത്തത്. ആൾ ഇൻ പാലക്കുണ്ട്ര കോട്ടം ആൻഡ് നെയിംഡ് ഇറ്റ് നായാദിർ മംഗലം ആസ് എ ബ്രഹ്മദയ ഗ്രാൻഡ് 108th ബപ്പ ഭട്ടാരകാസ്. അപ്പോൾ ഇത് ഗ്രാൻഡ് ചെയ്യപ്പെട്ടിരിക്കുന്നത് 108 ആളുകൾക്ക്. അതാണ് ബപ്പ ഭട്ടാരക ഗ്രാൻഡ് ചെയ്യപ്പെട്ടിരിക്കുന്നു. 4 നാടുകൾ ചേർത്തിട്ട് അതിനെ നായാധിരമംഗലം എന്നാണ് പിന്നീട് അതിന് പേര് നൽകിയിരിക്കുന്നത്. നായാധിരമംഗലം അങ്ങനെയാണ് ബ്രഹ്മദേയ ഗ്രാൻഡിൽ അതിനെ മെൻഷൻ ചെയ്തിരിക്കുന്നത്. Being addressed to Natar and specific mentions removal of all authority by placing beyond jurisdiction of Nadu Kapan. അപ്പോൾ ഇതിൽ നാട്ടാരെ ആണ് ഇവിടെ, അതായത് നാടിൻ്റെ ഒഫീഷ്യലിനെ, നാട്ടുകൂട്ടത്തിൻ്റെ ഒഫീഷ്യൽസിനെ അഡ്രസ്സ് ചെയ്തുകൊണ്ടാണ് ഈ ഗ്രാൻഡ് എഴുതിയിരിക്കുന്നത്. അധികാരപരിധിക്ക് പുറമെ, അതായത് നാട് കാപ്പാൻ അധികാരപരിധി, നാട്ടിലെ ചീഫ് മെൻ്റെ അധികാരപരിധിക്ക് പുറമെ ആണ് ഇതിൻ്റെ സ്ഥാനം, അല്ലെങ്കിൽ ഇതിന് ഫ്രീഡം ഉണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പരിഹാരമുണ്ട് എന്ന് പറഞ്ഞിട്ട് ആണ് ഇത് എന്ത് ചെയ്തിരിക്കുന്നത്, മെൻഷൻ ചെയ്തിട്ടാണ് ഈ ഒരു ഭൂമി അടയാളപ്പെടുത്തപ്പെട്ടിരിക്കുന്നത്. ഇവിടെ പരിഹാരമായി പറഞ്ഞത് ഓയിൽ മില്ല് അറ്റ് ടെമ്പിൾ സൈറ്റ്, വാട്ടർ ലിവർ, അതുപോലെ ഇതിനൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ടാക്സേഷൻ എക്സംഷനാണെന്ന് പറഞ്ഞിട്ടുണ്ട്. സം ഓഫ് സീം റെവ്യൂ ടു വേരിയസ് അലൈഡ് എക്കണോമിക് ആക്ടിവിറ്റീസ്. അതുപോലെ മറ്റൊരു കോപ്പർ പ്ലേറ്റ് ആണ് താന്തൻ തോട്ടം കോപ്പർ പ്ലേറ്റ്, AD 789 ഗ്രാൻഡ് ലാൻഡ് ടു വെസ്റ്റ് ഓഫ് ദ തന്തൻതോട്ടം ഓഫ് തെൻകാരൈ നാരായർ നാട് ഇൻ ചോളനാട് ഇൻ ബ്രഹ്മദേയ കാൾഡ് ദയമുഖമംഗലം ടു 308 ലേൺഡ് ബ്രാഹ്മിൻസ്. 308 പണ്ഡിത ബ്രാഹ്മണർക്ക്, തെലുങ്ക് രാജ്യത്തു നിന്ന് വന്നിട്ടുള്ള 308 പണ്ഡിത ബ്രാഹ്മണർക്ക് വേണ്ടിയിട്ട് ബ്രഹ്മദേയയിലൂടെ ചോളനാട് കൈമാറ്റം ചെയ്തിട്ടുള്ള ഒരു ഭൂമിയാണ്. ആ ഭൂമിയെ വിളിക്കപ്പെടുന്നത് പിന്നീട് ദയമുഖമംഗലം എന്നാണ് പിന്നീട് കൈമാറ്റം ചെയ്യപ്പെട്ട ഈ ഭൂമിയെ ദയമുഖമംഗലം എന്നാണ് പിന്നീട് വിളിക്കപ്പെട്ടിരിക്കുന്നത്. ചോള രാജ്യമാണ് ഇപ്രകാരം കൈമാറ്റം ചെയ്തിരിക്കുന്നത്. ഈ 308 ബ്രാഹ്മണന്മാർ തെലുങ്ക് ദേശത്തു നിന്ന് വന്നവരാണ്. ഇവർ വേദങ്ങളും സ്മൃതികളും ഒക്കെ പഠിച്ചിട്ടുള്ളവരാണ് എന്നാണ് പരാമർശിക്കുന്നത്. പിന്നെ വരുന്ന ഒരു കോപ്പർ പ്ലേറ്റ് ആണ് പട്ടത്താലമംഗലം കോപ്പർ പ്ലേറ്റ് 792 AD പട്ടത്താലമംഗലം, തഞ്ചാവൂർ ജില്ലയിലെ പട്ടത്താലമംഗലം കോപ്പർ പ്ലേറ്റ് ആണ് ബ്രഹ്മദേയയെക്കുറിച്ച് പറയുന്നത്. ഔട്ട് ഓഫ് 40 വെയിൽ ഓഫ് ലാൻഡ് ദാറ്റ് എക്സിസ്റ്റ് അറൗണ്ട് ഓൾസോ ആഡഡ് വില്ലേജ് ആർവാലകുരം ഇൻ ചോളനാട്. ചോളനാട്ടിലെ ആർവാലകുലത്തിൽ 40 ലാൻഡുകൾ ചേർത്തുകൊണ്ടാണ് ഇതിനെ ബ്രഹ്മദേയ ആയിട്ട് നൽകാൻ
തീരുമാനിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പട്ടത്താലമംഗലം കോപ്പർ പ്ലേറ്റിൽ അടയാളപ്പെടുത്തിയിരിക്കുന്നത്. 2 more pieces were also added, integrated a new village called പട്ടത്താലമംഗലം and granted into 16 Brahmins. അപ്പോൾ പുതിയ ഈ ഗ്രാമത്തിൻ്റെ പേര് പട്ടത്താലമംഗലം എന്നായിരിക്കും പേര്. ഇത് ഗ്രാൻഡ് ചെയ്തിരിക്കുന്നത് 16 ബ്രാഹ്മണന്മാർക്കാണ് എന്ന് ഇതിൽ പരാമർശിക്കുന്നുണ്ട്. ഇനി അടുത്ത കോപ്പർ പ്ലേറ്റ് വരുന്നത് ദി വേലൂർ പാലിയം കോപ്പർ പ്ലേറ്റ് ഓഫ് 852 852 AD വേലൂർ പാലിയം കോപ്പർ പ്ലേറ്റ് ആണ്. നന്ദിവർമ്മൻ മൂന്നാമൻ്റെ കാലഘട്ടത്താണ് ഇത് രേഖപ്പെടുത്തത്. ഇറ്റ് റെക്കോർഡ്സ് ദ ഗ്രാൻഡ് ഓഫ് ഉദുപൂർവ് ദേവധാന ഫോർ എ സർവീസ് കണക്റ്റഡ് വിത്ത് വർഷിപ്പ് ഓഫ് ശിവ അറ്റ് തിതുക്കാട്ടു പള്ളി. അതായത് ആൾ കൾട്ടിവബിൾ ലാൻഡ് ഫിറ്റ് ടു ബി ടാക്സ് എന്നാണ്. കൃഷി ചെയ്യാവുന്ന ഭൂമിക്കൊക്കെ നികുതി ഉണ്ടായിരിക്കും. ഇത് ശിവ വർഷിപ്പേഴ്സിന് വേണ്ടിയിട്ട് ഒരു ടെമ്പിളിന് വേണ്ടിയിട്ടാണ് ഇത് ഗ്രാൻഡ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഇറ്റ് വാസ് അഡ്രസ് ടു ടെമ്പിൾ അസംബ്ലി. അതുകൊണ്ട് തന്നെ ഈ ലാൻഡ് ഗ്രാൻഡ് അഡ്രസ്സ് ചെയ്യുന്നത് ഒരു ടെമ്പിൾ അസംബ്ലിയാണ്. ടെമ്പിൾ അസംബ്ലിക്ക് ഇവിടെ നൽകിയിട്ടുള്ളൊരു പേര് പരധായ് എന്നാണ്. ടെമ്പിൾ അസംബ്ലിയെ പരധായ് അല്ലെങ്കിൽ കൗൺസിലിനെ അഡ്രസ്സ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു ലാൻഡ് ഗ്രാൻഡ് തയ്യാറാക്കിയിട്ടുള്ളത്. നെക്സ്റ്റ് ലാൻഡ് ഗ്രാൻഡ് ആയിട്ട് വരുന്നത് ദ ബാഹുർ കോപ്പർ പ്ലേറ്റ്. ബാഹുർ കോപ്പർ പ്ലേറ്റ് 9th സെഞ്ച്വറിയിലാണ് ഇത് വന്നിട്ടുള്ളത്. ഇറ്റ് വാസ് ഫൗണ്ട് ഇൻ വിദ്യാസ്തന ഓഫ് വാഗൂർ കമ്പൈനിങ് 3 വില്ലേജ്. 3 ഗ്രാമങ്ങൾ ചേർത്തിട്ടുള്ള ഒരു കോപ്പർ പ്ലേറ്റ് ആണ്. ഇത് കണ്ടെത്തിയത് വിദ്യാസ്തന വാഗൂറിലാണ്. 4 രാജ്യങ്ങൾ 3 ഗ്രാമങ്ങൾ ചേർത്തുകൊണ്ടുള്ള ഒരു ബ്രഹ്മദയാണ് വാഗൂർ നാട്. ഇറ്റ് വാസ് അഡ്രസ്ഡ് ടു നാട്ടാർ ഓഫ് കിൽവേലി വാഗൂർ നാട്. വാഗൂർ നാട്ടിലെ നാട്ടാരെ ഗ്രാമമുഖ്യനെ അഭിസംബോധന ചെയ്തിട്ടാണ് ഇത് പരാമർശിക്കുന്നത്. ഡിസ്പോസിങ് ഫോർമർ ടെനൻ്റ് ആൻഡ് എക്സ്ക്ലൂഡിങ് ആൻഷ്യൻ ചാരിറ്റീസ് ആൻഡ് ബ്രഹ്മദേയ ആൾ അതർ ആക്ടിവിറ്റീസ്, സ്റ്റോർ ഹൗസ്, പാസ്ചർ ഭൂമി, അതുപോലെ ഡിച്ചസ്, വെൽസ് എല്ലാം ഉൾപ്പെടുന്നതാണ്. മുൻപുണ്ടായിരുന്ന ടെനൻറ്റിനെ ഈ ഭൂമിയിൽ നിന്ന് ഒഴിവാക്കപ്പെടുകയും ഈ ഭൂമിയുടെ ഭാഗമായിട്ട് സ്റ്റോർ ഹൗസുകളും പാസ്ചർ ലാൻഡുകളും ഡിച്ചുകളും വെല്ലുകളും ഒക്കെ ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടാകുമെന്നും പരാമർശിക്കുന്നുണ്ട്. The agricultures or the peasants lived in a small houses with a mud wall, thatched roofs, and the term Agambadi Udayans mentioned Uttaramerur inscription of Dandivarman late 9th century may indicate a higher level of peasant who seems to have been smaller landlords. ഇനി അടുത്തത് ഉത്തരമേരൂർ ഇൻസ്ക്രിപ്ഷൻ ഉണ്ട്. ദണ്ഡിവർമ്മൻ എന്ന് പറയുന്ന രാജാവ് 9ാം നൂറ്റാണ്ടിൽ നടത്തിയിട്ടുള്ള ലാൻഡ് ഗ്രാൻഡ് ഇൻസ്ക്രിപ്ഷനാണ്. അതിൽ ഉത്തരമേരൂർ ഇൻസ്ക്രിപ്ഷനിൽ കർഷകരെ കുറിച്ച് പരാമർശിച്ചിട്ടുള്ളത്. കർഷകർ ചെറിയ വീടുകളിൽ മഡ് വാളുകളോട് കൂടിയിട്ടുള്ള ഓലമേഞ്ഞിട്ടുള്ള വീടുകളിലാണ് താമസിക്കുന്നത് എന്ന് പരാമർശിക്കുന്നുണ്ട്. അഗ്മാബദി ഉദയാൻസ് എന്നൊക്കെയാണ് മനുഷ്യൻ ചെയ്തിട്ടുള്ള ടേം. അതായത് പെസൻസ് മുൻപത്തേക്കാൾ കൂടുതൽ ഹയർ ലെവലിലുള്ള പെസൻസ് ആണ്. അതായത് ചെറിയ ഒരു ലാൻഡ് ഓണർ തന്നെയാണ് ആര് ഈ പെസൻസ് എന്ന് പരാമർശിക്കുന്ന ഒരു കോപ്പർ ഇൻസ്ക്രിപ്ഷനാണ്. ഇതിന് പുറമെ ഈ സ്മാൾ ലാൻഡ് ഓണേഴ്സ് ആയിട്ടുള്ള ഈ പെസൻസ് നിലവിലുള്ള വെല്ലാളന്മാരെ ബ്രാഹ്മണാസിനെ എന്ത് ചെയ്യണം, സെർവ് ചെയ്യണമെന്നും ഇവിടെ പരാമർശിക്കുന്നുണ്ട്. The village craft groups including spinners, weavers, potters, cattle and breeders, goldsmiths, carpenters, artisans, owners of oil pressers, middlemen, the wholesale merchants existed. Most of these peasants craft in the rural area, while the bigger town and cities like Kanchipuram traders and merchants are also their quarters and residence.
അപ്പോൾ ഗ്രാമങ്ങളിൽ താമസിച്ചിരുന്ന വില്ലേജിലെ ക്രാഫ്റ്റ് ഗ്രൂപ്പുകൾ എന്ന് പറയുന്നത് സ്പിന്നേഴ്സും വീവേഴ്സും, കരകൗശല വസ്തുക്കൾ, മൺപാത്രങ്ങൾ, കന്നുകാലികളെ മേയ്ക്കുന്നവർ, സ്വർണ്ണപ്പണിക്കാർ, ആശാരിമാർ, അതുപോലെ ബ്ലാക്ക് സ്മിത്തുകൾ, ഓയിൽ പ്രസർ ഓണറുകൾ, ഇങ്ങനെ വരുന്ന ആളുകളും അതുപോലെ മേർച്ചൻസും ഉണ്ടായിരുന്നു. ഗ്രാമങ്ങളിൽ താമസിച്ചിരുന്നവർ വലിയ പട്ടണങ്ങളിൽ, കാഞ്ചീപുരം എന്ന് പറഞ്ഞ പട്ടണങ്ങളിൽ മേർച്ചൻസ് ഒക്കെ ആയിരുന്നു. ഇവർക്കൊക്കെ ക്വാർട്ടേഴ്സും റെസിഡൻസും ഒക്കെ ഉണ്ടായിരുന്നു എന്ന് പരാമർശിക്കപ്പെടുന്നുണ്ട്. ഇതിൻ്റെ ഒരു കൺക്ലൂഷനായിട്ട് പറയുകയാണെങ്കിൽ, ടു സർട്ടൈൻ എക്സ്റ്റെൻറ്റ് കോൺസെപ്റ്റ് ഓഫ് സെൽഫ് സസ്റ്റെയിനിങ് ഐസൊലേറ്റഡ് വില്ലേജ് എക്കോണമി emerged from the land grant made during the both area before 7th century, subsequent period spanning 7th to 9th century AD. അപ്പോൾ സ്വയം പര്യാപ്തമായ ഒറ്റപ്പെട്ട ഗ്രാമങ്ങളുണ്ടായിരുന്നു, സ്വയം പര്യാപ്തമായ സാമ്പത്തികമായി സ്വയം പര്യാപ്തമായ ഗ്രാമങ്ങളുണ്ടായിരുന്നു. ഇതൊക്കെ ലാൻഡ് ഗ്രാൻഡ് സിസ്റ്റത്തിന് മുമ്പുണ്ടായിരുന്നവ 7-9 നൂറ്റാണ്ടുകളോടായതുകൂടി ഇവയൊക്കെ എന്തായി, ഒരു ഏകീകൃതമായ ഭൂമിയിലേക്ക് കടന്നു വരികയും സാമ്പത്തികമായി സ്വയം പര്യാപ്തതയിലേക്ക് കടക്കുകയും ചെയ്തു എന്നൊക്കെയാണ് ലാൻഡ് ഗ്രാൻഡ് സവിശേഷത. The expansion of agrarian order, continuous and regional variation, pre-existing agricultural settlement and region. മുമ്പ് കാർഷിക മേഖല, ഒറ്റപ്പെട്ടിരുന്ന കാർഷിക മേഖല ഇപ്പോൾ ഏകീകൃതമായി. കൂടാതെ കാർഷിക മേഖലയ്ക്ക് വികാസം സംഭവിച്ചു. ഭൂപ്രകൃതിയിൽ വൈവിധ്യമാർന്ന ഏരിയകളുണ്ടായിരുന്നു. എന്നാൽ പിന്നീട് അതെല്ലാം ഏകീകരിക്കപ്പെട്ടു. ബ്രഹ്മദയയിലൂടെ ഏകീകരിക്കപ്പെട്ടു എന്നാണ്. അതിന് ഒരു സ്ട്രക്ചർ ഉണ്ടായി, ഇൻ്റഗ്രേഷൻ ഉണ്ടായി, ഓർഡർ ഉണ്ടായി എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. പ്രത്യേകിച്ചും തമിഴ് റീജിയൻ പെസൻ സെറ്റിൽമെൻറ്റ് ആൻഡ് പാസ്റ്റൽ സെറ്റിൽമെൻറ്റ് എമർജ്ഡ് റിവർ വാലി ആൻഡ് ബിയോണ്ട്. മുമ്പ് കാർഷിക ഭൂമി വേറെയും വനഭൂമിയും മേച്ചിൽപ്പുറങ്ങളും വേറെ വേറെയായിരുന്നു. എന്നാൽ ബ്രഹ്മദയയിലൂടെ ഇതെല്ലാം എന്ത് ചെയ്തു, ഒരുമിപ്പിക്കപ്പെട്ടു. നദീതടങ്ങളും അതുപോലെ താഴ്വരകളും അതുപോലെ കുന്നിൻ ചെരുവുകളൊക്കെ ഏകീകരിക്കപ്പെട്ടു എന്നുള്ളത് ഈ ചരിത്രപരമായ ഈ മധ്യകാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് ചൂണ്ടിക്കാണിക്കപ്പെടുകയാണ്. ഇതൊക്കെയാണ് ബ്രഹ്മദയയുടെ ഒരു നേച്ചറും അതുമായിട്ട് ബന്ധപ്പെട്ട സവിശേഷതകളും അതിൻ്റെ ഒരു ഇമ്പാക്റ്റും.